വീണ്ടും പുതുപ്പള്ളിയിലേക്ക് പോവുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് ഇന്ന് ഒരാണ്ട്. വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ നാട് ഓർമ്മിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി ഇപ്പോഴും നികത്താനാകാത്ത വിടവാണ് നമുക്കറിയാം. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുകയാണ് പുതുപ്പള്ളിയിൽ നിന്ന്. ടോം, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു, ഒരു നേതാവായിരുന്നു. ആ നേതാവ് ഇല്ലാണ്ടായിട്ട് ഒരു വർഷം തികയുകയാണ്. ഇപ്പോഴും ആ ഒരു വേദനയിൽ നിന്ന് കേരളം മുക്തമായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇന്ന് വിവിധ പരിപാടികളുമായി കുഞ്ഞുഞ്ഞിനെ ഓർമ്മിക്കുകയാണ് നാട്. എന്തൊക്കെയാണ് പരിപാടികൾ? പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ടല്ലേ? ആരി സൂചിപ്പിച്ചതുപോലെ തന്നെ പുതുപ്പള്ളിയുടെ സ്വന്തം ഉമ്മൻചാണ്ടി, കേരളത്തിന്റെ പ്രിയങ്കരനായ നേതാവ് വിട പറഞ്ഞിട്ട് കൃത്യം ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഈ പുതുപ്പള്ളിയുടെ മണ്ണിൽ, ഈ പള്ളിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുതുപ്പള്ളി പള്ളിയുടെ തൊട്ട് സമീപത്ത് ചേർന്നുള്ള അദ്ദേഹത്തിന്റെ കബറിടത്തിലാണ്. ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷകൾ രാവിലെ 7 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് കോട്ടയം ഭദ്രാസനാധിപൻ, ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ യുഹാനന്മാർ ദിയോസ്കോറസ്, അങ്കമാലി ഭദ്രാസനാധിപൻ യുഹാനന്മാർ പോളികാർപ്പസ് തുടങ്ങിയ മെത്രാപ്പൊലിത്തമാരുടെ കാർമ്മികത്വത്തിലാണ് പ്രാർത്ഥനാ ശുശ്രൂഷ ചടങ്ങുകൾ പുതുപ്പള്ളി പള്ളിയിൽ നടക്കുന്നത്. കൃത്യം 7 മണിക്ക് അതിന്റെ കുർബാനയും അതിനോടനുബന്ധിച്ചാണ് മറ്റ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ. ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ രാവിലെ 6 മണി മുതൽ തന്നെ നിരവധി അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചിരുന്ന ആളുകൾ, കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, അദ്ദേഹത്തോട് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന, അദ്ദേഹവുമായി വലിയ വ്യക്തിബന്ധമുണ്ടായിരുന്ന ആളുകളെല്ലാം ഇവിടെ രാവിലെ മുതൽ തന്നെ ഒഴുകിയെത്തുന്നുണ്ട്. രാവിലെ ഈ 7 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം 8 കൂടിയാണ് ഉമ്മൻചാണ്ടി കബറിടത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നത്. അതിനുശേഷം രാവിലെ 10 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊതുസമ്മേളനം, അദ്ദേഹത്തിന്റെ അനുസ്മരിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ അടക്കം ഈ അദ്ദേഹത്തിന്റെ ഈ ഓർമ്മ ദിനത്തിൽ പുതുപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, അതോടൊപ്പം സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തുടങ്ങിയ മെത്രാപ്പൊലിത്തമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ നിരവധി ആളുകളാണ്, കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള നിരവധി ഓർമ്മകൾ ഇവർക്ക് ഓരോരുത്തർക്കും പങ്കുവയ്ക്കാനുണ്ടാകും. എവിടെ നിന്നാ വരുന്നത്? മണ്ണർകാട്. ഉമ്മൻചാണ്ടിയുടെ എന്ത് ഓർമ്മകൾ? ഇപ്പൊ ഉമ്മൻചാണ്ടി ഒരു വർഷമായി ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട്. അപ്പൊ എന്താ എല്ലാം ഇവിടെ വന്ന് കണ്ടു, ഞങ്ങൾക്കെല്ലാം നല്ല ഉപകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർക്കാനോ? ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, എങ്കിലും ഞങ്ങൾക്കെല്ലാം ഭയങ്കര കാര്യവും. ഞങ്ങളുടെ ഈ കൊറോണ സമയത്ത് ഞങ്ങളുടെയൊക്കെ വീടുകളെല്ലാം സന്ദർശിക്കുകയും ഞങ്ങളുടെ പിള്ളേർക്കെല്ലാം സഹായങ്ങളൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പോണും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ മകന്റെ ഭാര്യ മേലാതെ കിടന്നപ്പം അവർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. മെഡിസിറ്റി കിടന്നപ്പോ. അമ്മ എവിടുന്നാ വരുന്നേ? എന്റെ മോളായത്. ഞങ്ങൾ മൺകാട്ടതാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് രാവിലെ ഓട്ടോ പിടിച്ചു വന്നതാ. ഉമ്മൻചാണ്ടി സാറിന് എങ്ങനെ ഓർക്കുന്നത്? ഇപ്പൊ ഒരു വർഷമായല്ലോ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ നല്ലത് ഒന്നും. ഇടയ്ക്ക് വരാറുണ്ട്. പള്ളിയിൽ ആണോ? ഇതുപോലെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ടല്ലേ? ഞങ്ങള് മരിച്ചു കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോ ഇവിടെ ഭയങ്കര ആളായിരുന്നു. ഇവിടെ എപ്പോഴും ഭയങ്കര ആളാണ്. നിങ്ങൾ വരുന്നത് അദ്ദേഹത്തോടുള്ള സ്നേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള സ്നേഹത്തിന്റെ കൂടുതൽ. പല ആളുകളും ഇങ്ങനെ പ്രാർത്ഥന അപേക്ഷകളൊക്കെ എഴുതിയിടാറുണ്ട്. മറാട്ടുപള്ളിയിലും വരുമ്പോഴും ഞങ്ങളെല്ലാം കൊണ്ട് വർത്താനം പറയും. മറാട്ടുപള്ളി എന്നും വരും, എപ്പോഴും വരും. എല്ലാ ആവശ്യത്തിനും പുള്ളി വരുമായിരുന്നു. മറാട്ടുപള്ളി ഏത് കാര്യം ഉണ്ടെങ്കിലും പുള്ളി അവിടെ ഉണ്ട്. ആ രീതിയാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഉമ്മൻചാണ്ടിയുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായി പലരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ കബറിടത്തിൽ
പ്രാർത്ഥന ആവശ്യങ്ങളുമായി എത്തുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഇവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലൊക്കെ പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതിയിട്ടിരുന്ന, അല്ലെങ്കിൽ അതൊരു ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടിയോട് ഈ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് കാര്യം നേടാൻ സാധിക്കും. കാരണം ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം MLA ആയിരുന്ന കാലയളവിൽ, മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ അദ്ദേഹത്തോട് കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതെന്തും സാധിക്കുമെന്നതൊരു വിശ്വാസമായിരുന്നു. അതേ വിശ്വാസം തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണശേഷവും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ആളുകൾക്കുണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാര്യം ആവശ്യപ്പെട്ടാൽ അത് സാധിച്ചു കിട്ടും എന്നതായിരുന്നു പല ആളുകളുടെയും അനുഭവം. നിങ്ങൾക്ക് എങ്ങനെയാ ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് നിന്ന് വരുന്നത്. കോഴിക്കോട് നിന്ന് വരുന്നതാണ്. ഇന്നലെ പുറപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകരാണ്. തീർച്ചയായും. ഓക്കെ. ഈ എങ്ങനെ ഉമ്മൻചാണ്ടി ഒരു വർഷം ആയി അദ്ദേഹം വിട പറഞ്ഞിട്ട് എങ്ങനെ ഓർക്കുന്നു? നീതിമാനായിരുന്നു ഉമ്മൻചാണ്ടി സാർ. നീതിമാനായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അങ്ങനെ ഇപ്പൊ പലർക്കും പല അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, പല ഓർമ്മകൾ അദ്ദേഹത്തെ കുറിച്ച് പങ്കുവയ്ക്കാനുണ്ട്. നിങ്ങളുടെ ഒരു ഓർമ്മ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഓർക്കുന്നത്? എവിടെ കണ്ടാലും എത്രയും തൊട്ടടുത്ത് പോയി നിന്ന് സംസാരിക്കാൻ പറ്റുന്ന വളരെ നല്ല മനുഷ്യനായിരുന്നു മനുഷ്യൻ. ഇത് എല്ലാം കോഴിക്കോട് നിന്ന് വരുന്നവരാണോ? ഞാൻ ഈ വാർത്താനക്കാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റാണ് ചങ്ങനാശ്ശേരി SB കോളേജിൽ. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് വലിയ ഓർമ്മകൾ കാണുമായിരിക്കും അല്ലേ? കുട്ടിക്കാല മുതലുള്ള കാര്യങ്ങൾ. ഞങ്ങൾ 63 KSU ഒരു പുള്ളി തളിക്കൽ ഞാൻ പിറകിൽ നടന്ന് ആ ഒരു പേരെങ്ങനെയാ? എന്റെ പേര് KK കുര്യൻ. എങ്ങനെ അദ്ദേഹം എത്ര നാളത്തെ അന്ന് കോളേജിൽ പഠിച്ചപ്പോഴല്ലോ ബന്ധം? 64 മുതലുള്ള ബന്ധം. മരിക്കുന്നതിന് ഒരു 6 മാസം മുമ്പേ കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. അതിനുശേഷം പിന്നെ അങ്ങനെ ബാംഗ്ലൂരിലായിരുന്നു, പറയാൻ പറ്റില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇനി 23ാമത്തെ പ്രാവശ്യം ഇപ്പൊ ഞാനിവിടെ വരും. ഈ ഒരു കൊല്ലത്തിനിടയ്ക്ക് 23 പ്രാവശ്യം 23 തവണ വന്നിട്ട്. അത്ര സ്നേഹമാണോ? അറിയാൻ പറ്റത്തില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനും സ്നേഹിക്കാൻ മാത്രം ജീവിച്ചൊരു മനുഷ്യൻ. ഒത്തിരി എനിക്കൊരു ഉപകാരം ഞാൻ മുഖേന ഒത്തിരി പേര് അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞു, എന്താവശ്യം വന്നാലും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ സെക്കൻഡ് കാര്യം സാധിക്കും. അങ്ങനത്തെ ഒരു വലിയ മനുഷ്യൻ ലോകത്തിൽ ഇത്രയും വലിയൊരു മനുഷ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു വലിപ്പം ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണോ ശരിക്കും ബോധ്യമായത്? അത് എനിക്ക് വേണ്ട അറിയാമായിരുന്നു. കാരണം ഞങ്ങൾ ഒന്നിച്ച് നടന്നതല്ലേ. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ അറിയായിരുന്നു. ഒരു 100 വിഷയങ്ങളെങ്കിലും ഞാൻ പുള്ളിയുടെ മുമ്പ് നേരിട്ടും ഫോണിലും പറഞ്ഞ കാര്യങ്ങൾ സാധിച്ചു. എനിക്ക് വേണ്ടിയല്ല, എന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യം വന്നിട്ടുണ്ട്. നമ്മുടെ ഏതാ ചാനല്? ന്യൂസ് 18. ചവറയുന്ന ഇദ്ദേഹം എന്റെ വൈഫൊരു പാർട്ടി വഴക്കടന്ന് കൈയൊടിയും ആ സമയത്ത് മുൻചാർ വീട്ടിൽ വരികയും ചെയ്തു. മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. കോൺഗ്രസ്സുകാരനാണോ? കോൺഗ്രസ്സുകാരനാണ്. അതിനപ്പുറം ഈ ഒരു മാനുഷികമായിട്ടുള്ള ഒരു അടുപ്പായിരുന്നോ ഉമ്മൻചാണ്ടിയോട്? കോൺഗ്രസ് നേതാവ് എന്ത് കാര്യം നേരിട്ട് പറയാൻ പറ്റിയൊരു നേതാവ്, അതാണ് ഏറ്റവും വലിയൊരു. എന്ത് കാര്യം ആവശ്യപ്പെടാൻ എന്ത് കാര്യം പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയും, പറ്റത്തില്ല പറ്റുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഗമാണ്. അത് പാവത്തുങ്ങൾക്ക് ഒരു മുൻഗണന, അതാണ് മെയിനായിട്ട്. ഇവിടെ ഇതിനു മുമ്പ് വേറെ ഈ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഇവിടെ വരാറുണ്ടോ? ഉണ്ട്. 2-3 മാസം മുമ്പ് എങ്ങനെയൊക്കെയാലും ഇവിടെ വരും. കുടുംബസമേതം വരാറുണ്ട്? കുടുംബസമേതം അല്ലാതെയൊക്കെ വരാറുണ്ട് ഇവിടെ. ഇപ്പോൾ PC വിഷ്ണുനാഥ് MLA ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ